ഒരു പണ്ട് പറഞ്ഞൊരു കോട്ടാണ് ഓർമ്മ വരുന്നത്. അതായത് ചൂസ് യുവർ പാഷൻ, ദ മണി വിൽ ഫോളോ. വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ. ഇപ്രാവശ്യം നമ്മൾ വന്നിട്ടുള്ളത് MBBS എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഡ്യൂറേഷൻ ഉള്ളൊരു കോഴ്സാണ്. അപ്പോൾ ഈ ഒരു കോഴ്സ് പഠിച്ചതിന് ശേഷം വളരെ ചെറിയ ക്യാഷിന് നമുക്ക് വർക്ക് ചെയ്യേണ്ടി വരുന്ന ഡോക്ടേഴ്സിന് വർക്ക് ചെയ്യേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടോ എന്നുള്ള കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അതാണ് യഥാർത്ഥത്തിൽ ഇങ്ങനൊരു സംഭവം നടക്കുന്നുണ്ടോ? അതിനെപ്പറ്റി പറയാന്നുണ്ടെങ്കിൽ ഒരുപാട് ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ചെയ്യും ഈ പറഞ്ഞ കാര്യം. അപ്പോൾ മെയിനായിട്ട് പറയാന്നുണ്ടെങ്കിൽ ഒന്നെന്ന് പറഞ്ഞാൽ നമ്മളെ സ്കിൽസാണ്. ഒരു MBBS സ്റ്റുഡൻറ്റ് അവൻ്റെ MBBS ത്രൂഔട്ട് MBBS ജേർണിയിൽ എത്രമാത്രം ക്ലിനിക്കൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്തു എന്നുള്ളത് ഭയങ്കര ഫാക്ടറാണ്. അതുപോലെ തന്നെ പേഷ്യൻറ്റുമായിട്ട് എത്രമാത്രം അവർക്ക് ഇൻറ്ററാക്ട് ചെയ്യാൻ കഴിയാനുള്ള സ്കിൽസ് ഉണ്ട്. ഇതൊക്കെയാണ് മെയിനായിട്ട് ഒരു ഡോക്ടറിനെ ബിൽഡ് ചെയ്യുന്ന സംഗതി. ഈ രണ്ട് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഒരു സ്റ്റുഡൻറ്റ് പഠിച്ചിറങ്ങിയ ഉടനെ തന്നെ ഹൈ സാലറി കിട്ടുമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അപ്പോൾ വിത്ത് എക്സ്പീരിയൻസ് ആൻഡ് നമ്മളെന്ത് ചെയ്യും, നമുക്കൊരു റെപ്യൂട്ടേഷൻ ഉണ്ടാക്കിയെടുക്കുക. ഒരു ഡോക്ടറിന് ഒരു ബ്രാൻഡ് പേരുണ്ട് ഡോക്ടറിന്. അത്തരം കാര്യങ്ങൾ കൂടി ഡിപ്പെൻഡ് ചെയ്യും ഒരു ഡോക്ടറിന്റെ സാലറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യം. മറ്റ് ഡിഗ്രികളും MBBSന്റെ ഒരു ഡിഗ്രിയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് ഡിഫറൻസ് ഉള്ളത്? MBBS എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ വാല്യൂവിൽ എന്തെങ്കിലും ഡിഫറൻസ് വരുന്നത്? MBBS എന്ന് പറയുമ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഒരു നോബിൾ പ്രൊഫഷനാണ്. എന്താ പറയാ, ഒരു ഡോക്ടറിന് ഒരു പേഷ്യൻസിന് കൊടുക്കാൻ പറ്റുന്ന ഒരു ഫാക്ടർ ഉണ്ട്, എന്താ പറയാ, ഒരു ഹീലിംഗ് ഫാക്ടർ ഉണ്ട്. അത് എന്തൊക്കെ പറഞ്ഞാലും അതിന് MBBSനുണ്ട്. ഞാൻ ലാസ്റ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. യഥാർത്ഥത്തിൽ ഈ ഡോക്ടർ എന്ന് പറയുന്ന ഒരാള് അയാള് ഒരു പണത്തിന് വേണ്ടിയിട്ടാണോ ഇത് ചെയ്യേണ്ടത്, അതൊരു സർവീസ് ആയിട്ടാണോ ഇത് ചെയ്യേണ്ടത്? എനിക്ക് പറയാനുള്ളത്, എപ്പോഴും MBBS ഒരാൾ MBBS ചൂസ് ചെയ്യേണ്ടത് MBBSനോട് ഒരു പാഷൻ ഉണ്ടായിരിക്കണം. അല്ലാതെ ഒരിക്കലും പൈസ ഉണ്ടാക്കാനായിട്ട് എന്നുള്ള ഒരു ഫാക്ടറിൽ ഒരിക്കലും MBBSനെ റിസീവ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. കാരണം പൈസ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ വേറെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നമുക്ക്. പക്ഷെ MBBSനോട് പാഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഹയർ ആയിട്ട് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഓഫ്കോഴ്സ് നിങ്ങൾ ചൂസ് ചെയ്യാം MBBS. അതായത് അവർക്ക് പൈസ ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ളതല്ല, എല്ലാത്തിന്റെ ഉപരി നമ്മൾ സർവീസ് ആയിട്ട് ഇതിനെ കാണാം. അപ്പൊ എന്ത് ചെയ്യും, നമ്മൾ നല്ലൊരു ഡോക്ടർ ആകുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു ക്വാളിറ്റി നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും അതിനനുസരിച്ചുള്ള ക്യാഷ് നമുക്ക് എന്ത് ചെയ്യും. എനിക്കിത് പറയുമ്പോൾ പണ്ട് പറഞ്ഞൊരു കോട്ടാണ് ഓർമ്മ വരുന്നത്. അതായത് ചൂസ് യുവർ പാഷൻ, ദ മണി വിൽ ഫോളോ. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യം എന്ത് ചെയ്യുക, ഇഷ്ടപ്പെട്ട് ചെയ്യുക. അതിപ്പോൾ MBBS ആണെങ്കിൽ ഏത് ഫീൽഡ് ആണെങ്കിലും നിങ്ങൾക്ക് പാഷൻ ഉണ്ടോ, സക്സസ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഞങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. അടുത്ത പുതിയ വീഡിയോകളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരും. താങ്ക് യു.